എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെൽവി, നിങ്ങളുടെ മലയാളം ടീച്ചറാണ്. നമുക്കറിയാം, മറ്റ് വിഷയങ്ങളെ അപേക്ഷിച്ച് എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി പഠിക്കുന്ന ഒരു വിഷയമാണ് മലയാളം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മാതൃഭാഷയാണ്. നമുക്ക് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മനോഹരമായ പാഠഭാഗങ്ങൾ ഉൾച്ചേർത്തുകൊണ്ടുള്ള മനോഹരമായൊരു ടെസ്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ പാഠപുസ്തകത്തെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. നമുക്ക് 100 മാർക്കിനുള്ള പരീക്ഷയാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് വരിക. അതിൽ തന്നെ 2 വിഭജനങ്ങളുണ്ട്, 2 തരത്തിൽ ഇതിനെ തിരിച്ചിട്ടുണ്ട്. ഒന്ന്, 10 പാഠങ്ങൾ ഉൾപ്പെടുന്ന, അതായത് സിലബസിൻ്റെ 40% ഉൾപ്പെടുന്ന TMA പോർഷൻസ്. അതിൽ 10 പാഠങ്ങളുണ്ട്. അത് അസൈൻമെൻറ്റും അതിനോടനുബന്ധമായിട്ടുള്ള മറ്റു വർക്കുകളും ചേർന്നിട്ടുള്ളതാണ് TMA പോർഷൻ. പിന്നീട് രണ്ടാമത് പറയേണ്ടത് പൊതുപരീക്ഷയുടെ സിലബസിൻ്റെ കാര്യമാണ്. പൊതുപരീക്ഷയ്ക്ക് വേണ്ടി 60% പാഠങ്ങൾ, അതായത് 18 പാഠങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, 18 പാഠങ്ങളിൽ നിന്നാണ് നമുക്ക് പൊതുപരീക്ഷയിലെ ചോദ്യോത്തരങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ആ 18 പാഠങ്ങൾ നമുക്ക് പൊതുപരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായി പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. ബാക്കിയുള്ള TMAയുടെ 10 പാഠങ്ങൾ അസൈൻമെൻറ്റ്സും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 വിഭാഗത്തിലുള്ള സാഹിത്യ രൂപങ്ങളെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു ടെക്സ്റ്റിൽ നിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് കവിതയാണ്. നമ്മുടെ സാഹിത്യത്തിൽ ആധുനിക സാഹിത്യം ഇങ്ങനെ അറ്റത്തും എത്തി നിൽക്കുമ്പോൾ നമുക്ക് പ്രാചീന സാഹിത്യ വിഭാഗങ്ങളിൽ നിന്ന് തുടങ്ങി, അതായത് അമ്മയ്ക്കൊരു സന്ദേശം എന്ന് പറയുന്ന ആദ്യകാല പ്രാചീന സാഹിത്യ കവിതയിൽ നിന്ന് തുടങ്ങിയിട്ട് ആധുനിക കവിതയിൽ വരെ എത്തി നിൽക്കുന്ന വിധത്തിലാണ് നിങ്ങളുടെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് കഥയും. അപ്പോൾ കവിത, കഥ, വൈജ്ഞാനിക സാഹിത്യം, പരിഭാഷകൾ, കലയും സാഹിത്യം, ഇങ്ങനെ 5 തരം മൊഡ്യൂളുകളിൽ നിന്നാണ് നിങ്ങളുടെ പാഠഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടെക്സ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന, ഒരുപക്ഷെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടെക്സ്റ്റാണ് നമ്മുടെ മലയാളം പാഠപുസ്തകം. അപ്പോൾ പാഠപുസ്തകങ്ങൾ വായിക്കുന്നതോടൊപ്പം നമ്മൾ ടീച്ചേഴ്സിൻ്റെ നിങ്ങളുടെ ഒരു കൈത്താങ്ങായിട്ട്, നിങ്ങൾക്ക് സഹായകരമായിട്ട് ഞങ്ങൾ നൽകുന്ന വിശദീകരണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡുണ്ട്. അതിൻ്റെയും കൂടി സഹായത്തോടു കൂടി നിങ്ങൾ ഈ വിഷയത്തെ നന്നായി സമീപിച്ചാൽ പൂർണ്ണമായും ഫുൾ മാർക്ക് 100 മാർക്കും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇതിൽ നമുക്ക് പൊതുപരീക്ഷയിൽ നമ്മൾ വാങ്ങേണ്ടത് 26 മാർക്കാണ്. 26 മാർക്കേ വാങ്ങേണ്ടതുള്ളൂ എന്ന് വെച്ചിട്ട് 20 മാർക്ക് 26 മാർക്കിൽ നിൽക്കണം എന്നല്ല, നിങ്ങൾ 100 മാർക്കും വാങ്ങേണ്ടതാണെന്ന് തന്നെയാണ് അതിന് കഴിയുന്ന ഒരു വിഷയം തന്നെയാണ്. എങ്കിലും പറഞ്ഞത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ളത് 26 മാർക്കാണ്. പിന്നീട് നമുക്ക് കിട്ടുന്ന അസൈൻമെൻറ്റും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന TMA പോർഷനിൽ നിന്ന് കിട്ടുന്ന 20 മാർക്ക്, അതിൽ നിങ്ങൾ 7 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് 33 മാർക്കോടുകൂടി നമ്മുടെ മലയാളം പരീക്ഷയെ വിജയകരമായി പൂർത്തിയാക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പൂർണ്ണമായും ശ്രമിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്, നിങ്ങൾക്ക് 100% വിജയം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഈ സിലബസിനെ കുറിച്ചുള്ള വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.